എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു എക്സ്പ്ലെയിനറിൽ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് സിനിമകളുടെ മാർക്കറ്റിംഗിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു സൈക്കോളജിയുണ്ട്. വെറുമൊരു ഹൈപ്പ് എന്ന മായാകാഴ്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ചുറ്റുമുള്ള ആളുകൾക്കൊപ്പം ഭയങ്കരമായി ചിരിച്ചു, അടിപൊളി കോമഡി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ കുറച്ചു നാളുകൾക്ക് ശേഷം അതേ സിനിമ നിങ്ങളുടെ വീട്ടിലിരുന്ന OTT പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ആ തമാശയൊന്നും അത്രയ്ക്കങ്ങ് വർക്കായില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തിയേറ്ററിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച അതേ സീനുകൾ വീട്ടിലിരുന്ന് കാണുമ്പോൾ ഒരു ചെറിയ ചിരി പോലും വരുന്നില്ല. ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, തിയേറ്ററിൽ നമ്മൾ വെറും ഒരു സിനിമ മാത്രം കാണുകയല്ല ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള നൂറുകണക്കിന് ആളുകളുടെ റിയാക്ഷൻ കൂടി നമ്മൾ അറിയാതെ തന്നെ അവിടെ ഫീൽ ചെയ്യുകയാണ്. ഇരട്ടത്തെ ഒരാൾ ചിരിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്കും പകരും. അവിടെ വലിയൊരു കളക്റ്റീവ് ഇമോഷൻ അല്ലെങ്കിൽ കൂട്ടായ ഒരു വികാരമുണ്ടാകുന്നുണ്ട്. എന്നാൽ OTTയിലേക്ക് വരുമ്പോഴോ, നമ്മളവിടെ ഒറ്റയ്ക്കാണ്. അവിടെ ആ ഷെയർഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അതായത് ഒപ്പമുള്ളവരുടെ ചിരി പൂർണ്ണമായും ഇല്ലാതാകുന്നു. ആ നിശബ്ദതയിൽ നമ്മൾ ആ സിനിമയുടെ യഥാർത്ഥ ക്വാളിറ്റി മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. അപ്പോ ഈ വ്യാജ ഹൈപ്പ്, അതായത് ഫേക്ക് ഹൈപ്പ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തിയേറ്ററിലെ ആ ഒരു ഓർഗാനിക്കായ റെസ്പോൺസിൽ നിന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ഈ പറയുന്ന കൂട്ടായ വികാരങ്ങൾ വളരെ കൃത്യമായ കണക്കുകൂട്ടലുകളോടെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ അതൊരു മാസ്റ്റർപീസാണെന്ന വൈബ് കൃത്യമായി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ഫാക്ടറിയിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ ആർട്ടിഫിഷ്യലായി ഈ ഹൈപ്പ് പടുത്തുയർത്തുന്നു. ഇതൊരു ഓർഗാനിക്കായ അഭിപ്രായമല്ല, മറിച്ച് പ്രേക്ഷകരുടെ മേൽ വളരെ കൃത്യമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു നരേറ്റീവാണ്. ഇവിടെയാണ് എക്കോ ചേംബർ ഓഫ് ഹൈപ്പ് വർക്ക് ചെയ്യുന്നത്. യൂട്യൂബേഴ്സ്മാർ, ഇൻഫ്ലുവൻസേഴ്സ്, ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും റിവ്യൂ പേജുകൾ, മീം പേജുകൾ, ഇവരെല്ലാവരും ഒരേ സമയം ഒരേ വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കപ്പെടുന്നു. മാസ്റ്റർപീസ്, മസ്റ്റ് വാച്ച്, ഇൻഡസ്ട്രി ഹിറ്റ് കോമഡി എന്നിങ്ങനെ എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു വലിയ എക്കോ ചേംബറായി മാറുകയാണ്. നമ്മൾ ഏത് ആപ്പ് തുറന്നാലും എവിടെ നോക്കിയാലും ഈ സിനിമ ഒരു അത്ഭുതമാണെന്ന മെസ്സേജ് നിരന്തരം നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റുകയാണ്. ഇതിനിടയിൽ ആരെങ്കിലും ജെന്യുവിനായിട്ട് സ്വന്തം അഭിപ്രായത്തിൽ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞാലോ, ആ കൃത്രിമമായ ഇല്യൂഷൻ തകരാതിരിക്കാൻ അവരെ ഉടനെ തന്നെ അറ്റാക്ക് ചെയ്ത് നിശബ്ദരാക്കും. നിനക്ക് ലോജിക്കില്ല, നിനക്കൊന്നും സിനിമ മനസ്സിലാവില്ല, നീ വെറുമൊരു ബുദ്ധിജീവിയാണ്, അല്ലെങ്കിൽ വെറുതെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ വായടപ്പിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും അവസ്ഥ? സിനിമ ശരിക്കും മോശമാണെന്ന് തോന്നിയ സാധാരണക്കാർ പോലും വെറുതെ എന്തിനാ പ്രശ്നത്തിന് പോന്നേ എന്ന് കരുതി പേടിച്ചു മിണ്ടാതിരിക്കും. ഇതോടെ ആ പെർഫെക്റ്റായ ഇല്യൂഷൻ അവിടെ ഭദ്രമായി നിലനിൽക്കും. ഇനി എന്താണ് ഈ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മളിൽ പല സാധാരണ പ്രേക്ഷകനും അവസാനം ഈ ജനക്കൂട്ടത്തിന്റെ അഭിപ്രായത്തിന് മുന്നിൽ കീഴടങ്ങുന്നത്? ഇതിനെ സൈക്കോളജിയിൽ വിളിക്കുന്ന പേരാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ് അഥവാ ഹേർഡ് മെന്റാലിറ്റി. അതായത്, ഒരുപാട് പേർ ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി അത് വർക്ക് ആയില്ലെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കും, ഒരുപക്ഷേ എനിക്ക് തന്നെ ആവാം മനസ്സിലാകാത്തതെന്ന്. ശരിയല്ലേ? എല്ലാവരും ഇത്രയധികം പുകഴ്ത്തുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ടേസ്റ്റിനെ തന്നെ അവിടെ സംശയിക്കാൻ തുടങ്ങുകയാണ്. ഈ സൈക്കോളജിക്കൽ തിയറി എത്രത്തോളം സത്യമാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ പോപ്പ് കൾച്ചറിൽ നിന്ന് ഒരു ഉദാഹരണം നോക്കാം. ഫഹദ് ഫാസിലിന്റെ ധൂമം എന്ന സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട്: ഒരു പ്രോഡക്റ്റ് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞാൽ അത് മോശമായാലും ആളുകൾ നല്ലതാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. ഇതെത്ര കൃത്യമായൊരു നിരീക്ഷണമാണല്ലേ! നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ നമ്മുടേതായി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഈയൊരു കാര്യം സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലാട്ടോ. പൊളിറ്റിക്സ്, വലിയ ബ്രാൻഡുകൾ, സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ, എന്തിനു ഫുഡ് വ്ളോഗിങ്ങിൽ വരെ ഈ സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ട്. ഒരു സാധാരണ ഹോട്ടലിന് മുന്നിൽ വലിയ തിരക്ക് കണ്ടാൽ നമ്മളും അവിടെ കയറാൻ തോന്നില്ലേ? അതും ഇതേ സൈക്കോളജി തന്നെയാണ്. സിനിമയ്ക്ക് പുറമെ എല്ലാ ഇൻഡസ്ട്രികളിലും ഇതൊരു വലിയ ബിസിനസ് സ്ട്രാറ്റജിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ PR ടീമുകളുടെ പുതിയ തന്ത്രങ്ങൾ എന്തായാണ്? ഇന്നത്തെ കാലത്തെ പബ്ലിക് റിലേഷൻസ്, അതായത് PR ടീമുകളെന്ന് പറയുന്നത് പണ്ടത്തെ പോലെ വെറുതെ മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുന്നവരല്ല. ഈ മോഡേൺ PR ടൂൾ കിറ്റ് നോക്കൂ. ആദ്യം അവർ ഇൻഫ്ലുവൻസർ റിവ്യൂസ് ഇറക്കും. രണ്ടാമതായി വളരെ കൃത്യമായി സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ കൺട്രോൾ ചെയ്യും. നെഗറ്റീവ് കമന്റുകൾ ഡിലീറ്റ് ചെയ്യുകയോ പോസിറ്റീവ് റിപ്ലൈകൾ കൊണ്ട് മൂടുകയോ ചെയ്യും. പിന്നെ ട്രെൻഡിംഗ് ഹാഷ്ടാഗുകൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ വ്യാജമായ ഫാൻ ഫൈറ്റുകൾ വരെ ക്രിയേറ്റ് ചെയ്യും. ആളുകൾ തമ്മിൽ തല്ലുമ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുമല്ലോ. അവസാനം ഇതൊക്കെ കൂടി ചേർന്നൊരു വലിയ ഫേക്ക് ഹൈപ്പായി മാറുന്നു.
ചുരുക്കി പറഞ്ഞാൽ ഇതിലെ ഓരോ സ്റ്റെപ്പും പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിനെ ആക്റ്റീവായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതൊന്നും ബാധിക്കാത്ത കാലം തെളിയിച്ച യഥാർത്ഥ സിനിമകളുണ്ട്. അതാണ് റിയൽ മൂവീസ് പ്രൂവൻ ബൈ ടൈം. ഇത് വളരെ മനോഹരമായി വരച്ചു കാണിക്കുന്നത് എന്താണെന്നാല് PR ഹൈപ്പും ജെനുവിൻ ക്വാളിറ്റിയും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ്. PR ഉപയോഗിച്ച് നമുക്ക് താൽക്കാലികമായൊരു ഓപ്പണിംഗ് കിട്ടും. അതൊരു പെയ്ഡ് നോയ്സ് ആണ്, വെറും ശബ്ദമുണ്ടാക്കൽ. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഈ പെയ്ഡ് നോയ്സ് ഇല്ലാതാവുമ്പോൾ യഥാർത്ഥ പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്ന് പുറത്തുവരും. ലോങ് റണ്ണിൽ ഒരു സിനിമ സർവൈവ് ചെയ്യണമെങ്കിൽ അവിടെ സിനിമയുടെ ജെനുവിൻ ക്വാളിറ്റിയും ഓഡിയൻസുമായുള്ള യഥാർത്ഥ കണക്ഷനും മാത്രമേ വർക്കാവൂ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്നും നെഞ്ചോട് ചേർക്കുന്ന ഇൻ ഹരിഹർ നഗർ, CID മൂസ പോലെയുള്ള സിനിമകൾ. യഥാർത്ഥത്തിൽ നല്ലൊരു കോമഡി സിനിമയ്ക്ക് ഈ പറയുന്ന PR വർക്കുകളോ തിയേറ്ററിലെ ആൾക്കൂട്ടമോ ഒന്നും ആവശ്യമില്ല. അത് OTTയിലായാലും TVയിൽ വന്നാലും 10 വർഷം കഴിഞ്ഞാലും നമ്മളെ ഒരുപോലെ ചിരിപ്പിക്കും. കാരണം യഥാർത്ഥ ഹ്യൂമറിന് PR വേണ്ട. അതിന്റെ ആ ഒരു റിപ്പീറ്റ് വാല്യൂ തന്നെയാണ് അതിന്റെ യഥാർത്ഥ പ്രൊമോഷൻ. അതാണ് ശരിക്കും കാലത്തെ അതിജീവിക്കുന്ന കലയെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അടുത്ത തവണ നിങ്ങളൊരു സിനിമ കണ്ട് അതൊരു മാസ്റ്റർപീസ് ആണെന്ന് വിളിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക, അത് ശരിക്കും നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണോ, അതോ നിങ്ങൾ അറിയാതെ തന്നെ ചുറ്റുമുള്ള ആൾക്കൂട്ടത്തിന്റെ അഭിപ്രായം ഏറ്റെടുത്തതാണോ? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിതല്ലേ? ഈയൊരു ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കണ്ടതിന് നന്ദി.